വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിൽ നടന്ന ഒരു ചെറിയ സംഭവത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഒരപ്പനും അമ്മയ്ക്കും 2 മക്കൾ, ഒരു മകളും ഒരു മകനും. മകൻ ഇളയവനാണ്. ഒരു ദിവസം അപ്പനും അമ്മയ്ക്കും ഈ മക്കളെ വീട്ടിലാക്കിയിട്ട് പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. വീട്ടിൽ വേറെ ആരുമില്ല. അങ്ങനെ അവർ പുറത്തേക്ക് പോകാൻ വേണ്ടി അവരൊരു ബേബി സിറ്ററിനെ ഹയർ ചെയ്തു വീട്ടിലിരുത്തി. വിദേശത്താണ്. അങ്ങനെ അവർ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ബേബി സിറ്റർ ആളൊരു ഇത്തിരി മടിയൊക്കെയുള്ള ആളാണ്. കുട്ടികൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് മുഴുവൻ സമയവും കളഞ്ഞു. അങ്ങനെ ഒരു വൈകുന്നേരമായപ്പോൾ അച്ഛനും അമ്മയും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ബേബി സിറ്റർ വാതിൽ തുറന്ന് അവർ ടാറ്റ പറഞ്ഞു പോയി. മക്കൾ അവിടെ ഉണ്ട്. മക്കളുടെ ശബ്ദം കേൾക്കാം. അപ്പനും അമ്മയും മകനിരിക്കുന്ന മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച, മകൻ്റെ മുടി മകൻ പകുതിയോളം ഷേവ് ചെയ്ത് നിർത്തിയിരിക്കുന്ന, വടിച്ച് വൃത്തിയാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് കണ്ട് അപ്പൻ തകർന്നു പോയി. കാരണം മകന് നല്ല മുടിയൊക്കെയുള്ള മിടുക്കനാണ്. അപ്പോൾ അപ്പൻ ഈ മകനെ ഇങ്ങനെ നീ എന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയാനും ശാസിക്കുവാനും ഒരു ചെറിയ അടിയൊക്കെ കൊടുക്കാൻ വേണ്ടി അവനെ പിടിച്ച് തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. നിന്നെ ഇപ്പം ഞാൻ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു, മോൻ പറഞ്ഞു, എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ചേച്ചിയെ കൂടെ ഒന്ന് നോക്കുക. അപ്പോഴാണ് അവർ ചേച്ചിയുടെ മുറിയിലേക്ക് ചെന്നത്. നോക്കിയപ്പോൾ പെൺകുട്ടിയാണ്, മുതിർന്ന കൊച്ചാണ്, അല്പം കൂടെ മുതിർന്നതാണ്. ഈ കുഞ്ഞാകട്ടെ ഇവനേക്കാളും കഷ്ടമാകുന്ന രീതിയിൽ മുടി മൊത്തം ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ മുയൽക്കുട്ടിയെ പോലെ തോന്നുന്ന രീതിയിൽ മുടി മൊത്തം മൊട്ടയടിച്ച് അങ്ങനെ മോള് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അരിശം ഇരട്ടിയായി. ഇയാൾ ശോഭിക്കുവാനായി പോകുന്ന സമയത്ത് മോൻ പറഞ്ഞു, ഡാഡി ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല, ഞങ്ങൾ ചെയ്തതൊരു കാര്യമാണ്, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്ത് കാര്യം? വഴക്ക് പറയാൻ ശിക്ഷിക്കാനോങ്ങി കൈ പുറകോട്ട് മാറ്റിയിട്ട് വളരെ ക്ഷോഭത്തോടെ ചോദിച്ചു, എന്ത് കാര്യം ചെയ്യാനാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, ഞങ്ങൾ ആ ഡാഡിയെ പോലെ ആകാൻ വേണ്ടിയാണ് ചെയ്തത്. ഡാഡി പെട്ടെന്ന് തലയിൽ കൈ തടകി. പെട്ടെന്ന് നോക്കിയപ്പോൾ ഡാഡിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. കാരണം ഈ ഡാഡി ഒരു നല്ല കഷണ്ടിയാണ്. അപ്പോൾ ഈ ഡാഡിയുടേതുപോലെ കഷണ്ടി ഉണ്ടാക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ചെയ്തൊരു കാര്യമാണ്. ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് വീടുകളിൽ നിരന്തരം കാണുന്നവരാണ് നമ്മൾ. കാരണം കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേക ആഗ്രഹമാണ് അപ്പനെ പോലെ ആവുക എന്നുള്ളത്. എന്നാൽ കർത്താവിൻ്റെ ഒരു വചനമുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇതിനെക്കുറിച്ച് കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കടന്നു വന്നൊരു സംശയം, വളരെ രസകരമായൊരു സംശയം ഇതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അപ്പച്ചനെ അനുകരിക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവിനെ അനുകരിക്കണം, സ്വർഗത്തിലെ പിതാവിനെ പോലെ ആകണം, ഈശോ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ പിതാവിനെ പോലെ ആകാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ബുദ്ധി കൂർമ്മതയുള്ള കുട്ടികളിൽ നിന്ന് വരുന്ന ഒരു സംശയം ഇതാണ്. അതായത് പിശാച് ഹവ്വയോട് പറഞ്ഞത് അതുതന്നെയല്ലേ? അപ്പോൾ അതിന് ഹവ്വ അമ്മച്ചിക്ക് ഒരുപാട് വഴക്കും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞില്ലേ പിതാവായ ദൈവം? ഹവ്വ ചെയ്തത് ഈ പഴം കഴിക്കുവാനായിട്ട് പിശാച് ഹവ്വയോട് പറഞ്ഞത് ദൈവത്തെപ്പോലെ ആകാൻ വേണ്ടിയിട്ട് ഈ പഴം കഴിക്കുക എന്നല്ലേ? അപ്പോൾ ഈ ദൈവത്തെപ്പോലെ ആകാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊരു പക്ഷേ മുതിർന്നവരുടെയും ഒരു സംശയമാണ്. ഈ വചനം വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലും ദൈവത്തെപ്പോലെ, സ്വർഗത്തിലെ പിതാവിനെ പോലെ പരിപൂർണരാവുക, പരിശുദ്ധരാവുക എന്നൊക്കെ പറയുന്നത്, നമുക്ക് പെർഫെക്റ്റ് ആവുക എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് പറ്റുന്ന കാര്യമാണോ? അല്ലെങ്കിൽ ഹവ്വ അതുപോലെയാണോ പരിശ്രമിച്ചത്? എന്നിട്ട് ഹവ്വയ്ക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഹവ്വയുടെ ഇൻറ്റൻഷൻ ശുദ്ധമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഹവ്വയെ പിശാച് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാനാണ് പ്രേരിപ്പിച്ചത്. എങ്കിലും അവൻ പറയുന്ന വാക്കുകളിൽ പിശാച് പറഞ്ഞ ഉദ്ദേശം അതായിരുന്നില്ല. പിശാച് പറഞ്ഞ ഉദ്ദേശം ദൈവത്തിൻ്റെ മഹത്വത്തെ അനുകരിക്കുവാനാണ്. എന്നാൽ യേശു ബൈബിളിൽ നമുക്ക് തരുന്ന ഒരു വലിയ ഉദ്ദേശമെന്ന് പറയുന്നത്, ഉപദേശമെന്ന് പറയുന്നത്, നമ്മളുടെ ഉള്ളിൽ പിതാവിൻ്റെ പരിപൂർണതയെ അനുകരിക്കുന്നവരായി തീരുവാനുള്ള ആഗ്രഹമുണ്ടാകണം. നമുക്ക് സാധിക്കുമെന്ന ഉപദേശങ്ങൾ മാത്രമേ യേശു നമുക്ക് നൽകാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ
യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പരിപൂർണനായിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമെന്നതും സത്യമാണ്. കാരണം യേശു അങ്ങനെ സാധിക്കാത്തൊരു കാര്യം നമ്മളോട് പറയില്ല. അപ്പോൾ ഇത് എന്താണ് യേശു പറഞ്ഞത്? ഇത് നമുക്ക് അംഗീകരിക്കാനാകുമോ? ഇത് സത്യമാണോ? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ള യേശുവിൻ്റെ ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈശോ അപ്പച്ചനെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ നമ്മളിങ്ങനെ അനുകരിക്കുവാനായിട്ട്, പരിപൂർണതയ്ക്ക് അനുകരിക്കുവാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഒരല്പം ചിന്തിക്കുന്ന, വേണമെങ്കിൽ ഒരല്പം കൂറുമ്പുള്ള കുട്ടികളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സംശയം, ആ ഹവ്വ അമ്മച്ചിയോട് പിശാച് ഇത് തന്നെയല്ലേ പറഞ്ഞത്, നീ ദൈവത്തെ പോലെ ആകും, അതിന് ഈ പഴം കഴിക്കുക. അപ്പോൾ അത് ആകുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഹവ്വയുടെ ഉള്ളിലെ ദൈവത്തെ പോലെ ആകുവാനുള്ള ഇൻറ്റൻഷനായിരുന്നു ഈ പഴം കഴിച്ചതെങ്കിൽ ആ ഇൻറ്റൻഷൻ ശുദ്ധമല്ലേ? അപ്പോൾ അതുകൊണ്ട് പിതാവ് എന്തിനാണ് ആ അമ്മച്ചിയെ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ പുറത്താക്കിയത് എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോദിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു സംശയം വരാം, യേശു എന്താണ് ഈ പറയുന്നത്? പരിശുദ്ധനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ എങ്ങനെയാണ് നമുക്ക് പരിപൂർണരായിരിക്കാൻ പറ്റുക? ഇത് ശരിക്കും നമ്മളിൽ പ്രബലമാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്. എന്നാൽ ഹവ്വ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ദൈവത്തിൻ്റെ പരിപൂർണതയെ അനുകരിക്കുവാൻ അല്ല പിശാച് ഉപദേശിച്ചത്. ദൈവത്തിൻ്റെ മഹത്വത്തെ പോലെ, ദൈവത്തിൻ്റെ മഹത്വം പോലെ സ്വയം മഹത്വപ്പെടുവാനുള്ള ഒരു പ്രലോഭനമാണ് പിശാച് ഹവ്വയ്ക്ക് നൽകിയത്. അല്ലാതെ ദൈവത്തിൻ്റെ പരിപൂർണതയെ അനുകരിക്കാൻ എന്ന ഉദ്ദേശമല്ല പിശാചിൻ്റെ ഉപദേശത്തിനുണ്ടായിരുന്നത്. എന്നാൽ യേശു നമുക്ക് തരുന്ന ഉപദേശം, നമ്മളുടെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ പരിപൂർണതയിലേക്ക് നമ്മൾ കടന്നു വരണം എന്നാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശം. ഇതെങ്ങനെ സാധിക്കും? കാരണം ദൈവം അസാധാരണ പരിശുദ്ധിയുള്ളവനാണ്, പരിപൂർണതയുള്ളവനാണ്. ഈ ദൈവത്തിൻ്റെ പരിപൂർണത നമ്മൾ എങ്ങനെയാണ്? എന്നാൽ യേശു നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യാൻ പറയത്തുമില്ല. അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വസ്തുക്കൾ, അതായത് ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ, പരിശുദ്ധനായിരിക്കുന്നത് പോലെ, പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മൾ പരിപൂർണരാകണമെങ്കിൽ, ഈ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ വരണമെങ്കിൽ, ആദ്യം ഈ പരിപൂർണത എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയണം. പെർഫെക്ഷൻ എന്ന് പറയുന്നത്, പരിശുദ്ധി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഒരു ഗ്ലാസ് വെള്ളം പരിശുദ്ധമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളുടെ ശാസ്ത്ര അധ്യാപകർ പറയുന്നത് പോലെ H2O മാത്രമാണുള്ളതെങ്കിൽ, അതായത് പ്യുവർ വെള്ളമാണ് ഉള്ളതെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ യാതൊരു മാലിന്യങ്ങളും കടന്നിട്ടില്ല എങ്കിൽ നമ്മൾ പറയും അതൊരു പെർഫെക്റ്റ് വെള്ളത്തിൻ്റെ ഉദാഹരണം, അത് വെള്ളമാണ്, അത് പരിശുദ്ധമായ വെള്ളമാണ്, ഏറ്റവും ശുദ്ധമായ വെള്ളമാണെന്ന് പറയും, അല്ലേ? ഏതൊരു വസ്തു അത് തന്നെ. ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചാൽ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ആരെങ്കിലും വെള്ളം എടുത്തൊഴിച്ചാൽ അത് പെർഫെക്റ്റ് ഒരു ഗ്ലാസ് പാലല്ല, അല്ലേ? അതിനകത്ത് സത്യം പറഞ്ഞാൽ മായം അല്ലെങ്കിൽ വെള്ളം കലർന്നിട്ടുണ്ട്, അതൊരു ഗ്ലാസ് പാലാന്ന് പറയാനാവില്ല. ഇതുപോലെ എന്തായിരിക്കുന്നുവോ, എന്തായിരിക്കണമോ അതല്ലാതെ മറ്റെന്തെങ്കിലും അതിനകത്ത് കലരുമ്പോഴാണ് നമ്മളത് പെർഫെക്റ്റ് അല്ല എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരാളൊരു നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ ഒരാളൊരു പാട്ട് പാടുകയാണ്. ആ പാട്ടിൻ്റെ ശബ്ദമാധുരിയും അവരോഹണം, ആരോഹണം ഇതെല്ലാം കൃത്യമായി വരികയാണെങ്കിൽ, ചേരേണ്ടതെല്ലാം കൃത്യമായി ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പെർഫെക്റ്റാണ്. എന്നാൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു അവശ്രുതിയോ അപശബ്ദമോ കടന്നു വന്നാൽ നമ്മൾ പറയും അത് പെർഫെക്റ്റ് ആയിട്ടുള്ള പാട്ടല്ല. അതായത് അത് ആ പാട്ട് ആയിരിക്കേണ്ടത് പോലെ പാടിയിട്ടില്ല. യേശുദാസ് പാടിയ ഒരു പാട്ട് ശബ്ദമാധുരിയോടെ യേശുദാസ് പാടിയ അതേപോലെ ഒരാൾ പാടുമ്പോഴാണ് നമ്മളത് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. ശരിയല്ലേ? ആണ്. അപ്പോൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാട്ടിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ആ പാട്ടായിരിക്കേണ്ടത് പോലെ ആ പാട്ട് പാടുമ്പോഴാണ്. വെള്ളത്തിൻ്റെ പ്യൂരിറ്റി, പരിശുദ്ധി എന്ന് പറയുന്നത് ആ വെള്ളമായിരിക്കുന്നത് പോലെ ആ വെള്ളമായിരിക്കുമ്പോഴാണ്. അതിനകത്ത് വേറെ എന്തെങ്കിലും ചേർത്താൽ അത് പോയി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ പെർഫെക്ഷൻ എന്താണ്? ദൈവം തന്നെ തൻ്റെ വചനത്തിലൂടെ പറയുന്നത്, പുറപ്പാട് 3:14,
ദൈവം പറയാണ്, മോശയോട് പറയാണ്, ഞാൻ തന്നെ, ഐ ആം ഹു ഐ ആം. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ പറഞ്ഞ് വേറെ ആരുമില്ല. ഞാൻ എന്താണോ ആയിരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ. അതാണ് ദൈവം. ദൈവത്തിന് മറ്റൊന്നായിരിക്കുക സാധ്യമല്ല. ദൈവം എന്താണോ അതാണ് ദൈവം. അതുകൊണ്ടാണ് വിഗ്രഹാരാധനയിലൊക്കെ സത്യമായ ദൈവം നമ്മളെ നിഷേധിക്കുന്നത്, വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം ദൈവത്തിന് വേറെ ദൈവമല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഞാനാണ് എന്ന് പറയാനാവില്ല. അതാണ് കാര്യം. ഞാനാണ്. ദൈവത്തിന് ഒരു സൃഷ്ടവസ്തുവിനെ ഞാനാണെന്ന് പറയാനാവില്ല. കാരണം ഞാനാണ്. അങ്ങനെയാണെന്ന് പറയാനാവില്ല. ദൈവമായിരിക്കവേ ദൈവത്തിന് ദൈവമല്ലാതെ ആവാൻ പറ്റില്ല. മറ്റൊന്നിനെയെങ്കിലും ഞാനാണെന്ന് പറയാനാവുകയില്ല. ദൈവം എന്താണോ അതാണ് ദൈവം. അതാണ് ദൈവത്തിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധി ഞാനായിരിക്കുന്നവനാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, യേശു പറയുന്നത് ഈ പെർഫെക്ഷൻ നമുക്ക് വേണമെന്നാണ്. അപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം നമ്മളോട് പറയുന്നത് ഇതാണ്: നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള മനുഷ്യനായിട്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവം പെർഫെക്റ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം എന്തായിരിക്കുന്നുവോ അതായിരിക്കുന്നതിലൂടെയാണെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആകുന്നത് എങ്ങനെയാണ്? ഞാൻ എന്തായിരിക്കുന്നുവോ അതായിരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ എന്താക്കി സൃഷ്ടിച്ചുവോ ഞാൻ അതായിരിക്കുമ്പോഴാണ്, ഞാൻ ആ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച് എന്നെ സൃഷ്ടിച്ചുവോ ഞാൻ അതായിരിക്കുമ്പോഴാണ് ഞാൻ പെർഫെക്റ്റ് ആയിരിക്കുന്നത്. ഞാൻ മറ്റെന്തെങ്കിലും ആകുമ്പോൾ എൻ്റെ പെർഫെക്ഷൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പെർഫെക്ഷൻ പോവുകയാണ്. അതാണല്ലോ യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം യേശു എന്തായിരിക്കണം ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകുവാനായിട്ട് യേശു ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനായി എന്നെ ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ഇന്ന് നീ ഒരു നല്ല മനുഷ്യനാവുക, യഥാർത്ഥ മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ഹ്യൂമനിസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മനുഷ്യത്വത്തെ എടുത്തു കാണിച്ചിട്ട് ദൈവത്തെ നിഷേധിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ചിന്തയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനാവുക എന്ന് പറയുന്നത് തെറ്റല്ല. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചപ്പോൾ ദൈവം ഈ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം ആഗ്രഹിച്ച മനുഷ്യനാവുക എന്നതാണ് യേശു നമ്മളോട് ഈ വചനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൈവം ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, അതായത് മനുഷ്യൻ്റെ പൂർണ്ണത, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത നിറഞ്ഞ ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ്. ഒരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ കാത്തിരിക്കുന്നത് എന്നെ നോക്കുമ്പോൾ, ഞാൻ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിലൂടെ നടക്കുമ്പോൾ, ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള ഒരുപാട് വസ്തുക്കളുടെ മുൻപിലൂടെയാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? ഭൂമിയെ ചവിട്ടിയാണ് നടക്കുന്നത്. നമ്മൾ നടക്കുന്നിടത്തെല്ലാം സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോന്നുമുണ്ട്. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, വായുവുണ്ട്. ഇതെല്ലാം സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ വസ്തു. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വെളിപ്പെടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആരായിരിക്കണമെന്ന് ആഗ്രഹിച്ചാണോ ദൈവം എന്നെ സൃഷ്ടിച്ചത്, ആ ആളായി ഞാൻ മാറുന്നത് ദൈവം മകൻ്റെ ആ വലിയ മഹത്വത്തോടുകൂടി ഞാൻ ജീവിക്കുന്നത് കാണുവാൻ ഇങ്ങനെ സൃഷ്ടപ്രപഞ്ചം കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ വീട്ടിലെ കല്ലും മണ്ണും എല്ലാം നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത് നീ ദൈവം ആഗ്രഹിച്ച മനുഷ്യനാവുക എന്നതാണ്. ഈ ലോകത്തിലെ മനുഷ്യനാവുക എന്ന കൺസെപ്റ്റ് അല്ല, ദൈവം ആഗ്രഹിച്ച മനുഷ്യനാവുക. ഇത് മനസ്സിലാക്കുന്നതിൽ നമുക്ക് വന്ന തെറ്റാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. കാരണം ഇന്ന് മനുഷ്യനാവുക എന്ന് പറയുന്നതിനെ പോലും പൈശാചികമായ രീതിയിൽ വളച്ചൊടിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒന്ന്, മനുഷ്യനാവുക എന്ന് പറയുമ്പോൾ ദൈവഭക്തർ അതിനെ ഒരു പ്രത്യേക രീതിയിലാണ് വ്യാഖ്യാനിക്കുക, ദൈവഭക്തരല്ലാത്തവർ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കുക. ദൈവഭക്തരല്ലാത്തവരുടെ മനുഷ്യത്വത്തിനകത്ത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ അവകാശമായി കാണുന്നത് മനുഷ്യത്വമാണ്. ദൈവമക്കളാകട്ടെ അവർ തങ്ങളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്, ദൈവമക്കളുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് മറ്റൊന്നായി വ്യാഖ്യാനിക്കുകയാണ്. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു സ്ത്രീ കാർ ഓടിച്ചു പോവുകയാണ്. ഈ സ്ത്രീയുടെ മുൻപിൽ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ വാഹനമുണ്ട്. അങ്ങനെ ഒരു ഫ്രീ ലെഫ്റ്റ് എടുക്കേണ്ട
വിദേശത്താണ്, അത് ഫ്രീ റൈറ്റാണെന്ന് വിചാരിച്ചു. ഫ്രീ റൈറ്റ് എടുക്കേണ്ട ഒരു സ്ഥലത്ത് ഈ സ്ത്രീ എത്തിയപ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ മുൻപിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനും ഫ്രീ റൈറ്റ് എടുക്കുവാൻ വേണ്ടി തിരിച്ചു. പെട്ടെന്നാണ് അവന് എന്തോ തനിക്ക് തെറ്റുപറ്റിയതായി തോന്നിയിട്ട് അവൻ അവിടെ ഒന്ന് പരിഭ്രമിച്ച് ആ ഭാഗത്ത് നിന്ന് അങ്ങനെ കുറേ സമയം പോയി. അപ്പോൾ ഈ സ്ത്രീയുടെ കാർ അവൻ്റെ കാറിൻ്റെ പുറകിൽ നിർത്തിയിട്ട് ഈ സ്ത്രീ അതിൻ്റെ പിന്നിലും അനേകം കാറുകൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീ തൻ്റെ വാതിൽ തുറന്ന് ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ചീത്ത പറയാൻ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പോലീസ് എത്തി. പോലീസ് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ കാണിക്കാൻ പാടില്ലാത്ത രീതിയിൽ ആണല്ലോ കാർ അവിടെ നിർത്തിയതും തടസ്സമുണ്ടാക്കിയതും. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. കൂട്ടത്തിൽ പുറകിൽ ഈ ചെറുപ്പക്കാരനെ നോക്കി ഷൗട്ട് ചെയ്ത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ തെറ്റിക്കുന്നവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയെയും പോലീസ് പിടിച്ചു. അപ്പോൾ ഈ പോലീസ് ഈ സ്ത്രീയെ പിടിച്ചപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായില്ല എന്തിനാണ് എന്നെ പിടിച്ചതെന്ന്. എന്നാലും അവർ പോലീസ് കൊണ്ടുപോയപ്പോൾ ഒരു കൂടെ പോയി. അങ്ങനെ അവർ സ്റ്റേഷനിലെത്തി. ഈ ചെറുപ്പക്കാരനും സ്ത്രീയും ആ സ്റ്റേഷനിലിരിക്കുമ്പോൾ ഈ സ്ത്രീയോടും അവരുടെ ഡീറ്റെയിൽസൊക്കെ പോലീസ് വാങ്ങിച്ചു, ചെറുപ്പക്കാരനോടും വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞ് നിമിഷ നേരം കൊണ്ട് ഈ ചെറുപ്പക്കാരനെ പോലീസ് പറഞ്ഞു വിട്ടു. എന്നാൽ ഈ സ്ത്രീയെ വിട്ടില്ല. എന്തുകൊണ്ടാണ് സ്ത്രീയെ വിടാത്തത്? അവർക്ക് ദേഷ്യമായി. കൊള്ളാം, കുറ്റം ചെയ്തത് അവൻ, പുറകിൽ അവനെ ശാസിച്ചത് ഞാൻ, നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു, അവനെ വിട്ടിരിക്കുന്നു. ആകെ അസ്വസ്ഥതയായി. അങ്ങനെ ഈ സ്ത്രീ വീണ്ടും ആ പോലീസ് ഓഫീസറെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ ഒന്നും മിണ്ടുന്നില്ല, കാമായിട്ട് അക്ഷോഭ്യനായിട്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്യുക. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് ഓഫീസർ പറഞ്ഞു, മാഡത്തിന് പോകാം. അപ്പോൾ മാഡത്തിന് ഭയങ്കര ക്ഷോഭമായി. മാഡം പറഞ്ഞു, എനിക്കറിയണം ഞാനൊരു കുറ്റവും ചെയ്തില്ല, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ കുറ്റം ചെയ്തു, അവൻ്റെ കുറ്റം അവനോട് ചൂണ്ടിക്കാണിച്ച് അവനെ ശാസിച്ച് എന്നെ നിങ്ങൾ എന്തിന് ഇത്രയും നേരം തടഞ്ഞു വെച്ചു, അവനെ നിങ്ങൾ പെട്ടെന്ന് വിടുകയും ചെയ്തു, ഇത് അനീതിയാണ്, ഈ രാജ്യത്ത് ഇത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു ഭയങ്കര പ്രശ്നം. അപ്പോൾ പോലീസ് ഓഫീസർ പറഞ്ഞു, മാഡം ഇത് അവനെ ചീത്ത പറഞ്ഞത് കൊണ്ടൊന്നും ആ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ല മാഡത്തെ ഞങ്ങളിവിടെ പിടിച്ചു വെച്ചത്. അപ്പോൾ മാഡത്തിന് പിന്നെയും ക്ഷോഭമായി, പിന്നെ എന്ത് കുറ്റം കണ്ടുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? അവർ ഭയങ്കരമായിട്ട് ക്ഷോഭിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ പറഞ്ഞു, മാഡത്തിൻ്റെ കാറ് ഞങ്ങൾ കണ്ടു. മാഡത്തിൻ്റെ കാറിലല്ലേ മറ്റേ ആ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ എഴുതിയ കാറല്ലേ? അപ്പോൾ മാഡം പറഞ്ഞു, അതെ, പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ, ഐ ആം എ ക്രിസ്ത്യൻ, ഞാൻ ക്രിസ്ത്യനാണ്, അതുകൊണ്ടാണ് ഞാനതൊക്കെ എഴുതിയിരിക്കുന്നത്. അതാണ് മാഡം ഞങ്ങൾ മാഡത്തെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യം. അപ്പോൾ അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ, അതുകൊണ്ട് എന്നെ പിടിച്ചു നിർത്താൻ എന്താണ് കാരണമെന്നൊക്കെ ചോദിച്ചവർ പിന്നെയും ചൂടായി. അപ്പോഴാണ് പോലീസ് ഓഫീസർ പറഞ്ഞത്, മാഡം ക്ഷമിക്കണം, മാഡത്തിൻ്റെ കാറിൽ വലിയ അക്ഷരത്തിൽ പ്രൈസ് ദ ലോർഡ് ഉണ്ട്, ഹല്ലേലൂയ ഉണ്ട്, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മാഡം പറയുന്ന ചീത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സംശയമുണ്ടായി, ഈ കാറ് മാഡത്തിൻ്റെതാണോ എന്ന്. മാഡത്തോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ മാഡത്തിൻ്റെ കാറാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇത് മറ്റാരുടെയോ കാറ് മാഡം മോഷ്ടിച്ചതാണെന്ന സംശയം. കാരണം ഈ ക്രിസ്ത്യാനിയുടെ കാറിൻ്റെ ആഡംബരങ്ങൾ ഈ അകത്തിരിക്കുന്ന ആളുടെ പെരുമാറ്റത്തിലില്ല. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിയുടെ കാർ അടിച്ചുകൊണ്ട് വന്ന ആരോ ആണ് മാഡം എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്, ക്ഷമിക്കണം. ഇപ്പോൾ ഞങ്ങളെല്ലാം പരിശോധിച്ചപ്പം മാഡം തന്നെയാണ് ഇതിൻ്റെ ഓർഡർ എന്ന് മനസ്സിലായത് കൊണ്ട് വിടുകയാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഓഫീസർ പറഞ്ഞു വിട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ പിതാവിനെ അനുകരിക്കുന്നവരാകുക, പെർഫെക്റ്റ് ആകുക എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ ആഡംബരങ്ങളെല്ലാം ഉണ്ടാക്കി വയ്ക്കും, അല്ലേ? നമ്മുടെ വീട് മനോഹരമാക്കി യേശുവിൻ്റെ പടം വെച്ച് നമ്മൾ ബൈബിളൊക്കെ വെച്ച് അത്യാവശ്യം ഈ ലൗകികമായ ജഡികമായ എല്ലാ അടയാളങ്ങളും നമ്മൾ കാണിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ യേശു ആഗ്രഹിക്കുന്ന മനുഷ്യൻ ആയിത്തീരുക എന്ന് പറയുന്ന, ദൈവം ആഗ്രഹിക്കുന്നത് പോലൊരു മനുഷ്യനായിത്തീരുക എന്ന പെർഫെക്ഷനിലേക്ക് നമ്മൾ കടന്നു വരാൻ ഒരിക്കലും പരിശ്രമിക്കാറില്ല. കർത്താവ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സുവിശേഷം വളരെ വ്യക്തമായി ഇതെങ്ങനെയാണെന്ന് പറയാം. ലൂക്ക 6:36, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവാൻ. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മളുടെ ഓഫീസിൽ, പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഇത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുക. അതായത് നമുക്ക് തിന്മയ്ക്കെതിരായ പോരാട്ടമുണ്ട്, പക്ഷേ തെറ്റ് പറ്റുന്നവരും കുറവുകളുള്ളവരുമായ അനേകരെ കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരെ എല്ലാം കാണുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത്, നീ പെർഫെക്റ്റ് ആയിരിക്കുവാൻ ചെയ്യേണ്ടത് നീ ഇവരോട് കരുണയുള്ളവനായിരിക്കണം. നിൻ്റെ കുടുംബജീവിതത്തിൽ നിൻ്റെ ജീവിത പങ്കാളിയോട് നിനക്ക് കരുണയുണ്ടാകണം, മക്കളോട് നിനക്ക് കരുണയുണ്ടാകണം, മാതാപിതാക്കളോട് നിനക്ക് കരുണയുണ്ടാകണം. കരുണ എന്ന് പറയുന്നത് അവർക്ക് പറ്റുന്ന വീഴ്ചകളെ മറന്ന്
ആ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അവരെ സ്നേഹിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അവർക്കുള്ള കുറവുകളെ മറന്ന് അത്തരമൊരു കുറവില്ല എന്ന രീതിയിൽ അവരോട് പെരുമാറുന്നതാണ്. ഈ കരുണ അവരുടെ ആ കുറവുകളെ പരിഹരിക്കുവാൻ അവരോടൊപ്പം നിൽക്കുന്നതാണ്. ഈ കാരുണ്യം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ നോക്കുക. നമുക്ക് അവരുടെ കുറവ് പരിഹരിക്കുവാൻ സാധിക്കുമായിരിക്കവേ അത് ചെയ്യാതിരിക്കുന്നത് കരുണയില്ലായ്മയാണ്. നമ്മളുടെ കയ്യിൽ അവരുടെ കുറവുകൾ ഇല്ലാതെയാക്കുവാനുള്ള വസ്തുക്കളും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കവേ അത് അവർക്ക് നൽകാതിരിക്കുന്നതും കരുണയില്ലായ്മയാണ്. ഇങ്ങനെ കരുണയില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ മനുഷ്യർക്ക് ഒരിക്കലും അവകാശമില്ല, അനുവാദമില്ല. അതാണ് യേശു നമ്മളോട് പഠിപ്പിക്കുന്നത്. മൃഗങ്ങൾക്കില്ലാത്തൊരു കാര്യമാണ് കാരുണ്യം. മറ്റു മനുഷ്യരോടും സ്വന്തമല്ലാത്തവരോടും മറ്റു മൃഗങ്ങളോടും സ്വന്തമല്ലാത്ത മൃഗങ്ങളോടും മൃഗങ്ങൾക്ക് കരുണയില്ല. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയിരിക്കുന്ന തൻ്റെ ഏറ്റവും വലിയ സ്വഭാവമാണ്, ഛായയാണ്, സാദൃശ്യത്തിൽ ഒന്നാണ് സ്നേഹത്തിൽ നിന്നുളവാകുന്ന കരുണ. പ്രിയമുള്ളവർ, ഈ കരുണ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് പ്രാവർത്തികമാക്കാം. കുടുംബത്തിൽ എവിടെയാണ് എനിക്ക് കരുണയില്ലാതെ ഞാൻ പെരുമാറുന്നത്, ക്ഷമിക്കാൻ തയ്യാറാകാത്തത്, മറ്റൊരാളെ ഉയർത്തേണ്ടടുത്ത് ഞാൻ ഉയർത്താൻ തയ്യാറാകാത്തത്, ആ കരുണ ഇല്ലായ്മ ഇന്ന് നീക്കം ചെയ്യുന്നതിലൂടെ നമ്മൾ മാലിന്യം മാറ്റി പെർഫെക്റ്റായ മനുഷ്യത്വമുള്ള വ്യക്തിയായി മാറുന്നു. നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലെ മനുഷ്യത്വം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന കാരുണ്യം ഞങ്ങളിലൂടെ ഒഴുകുന്നതാണല്ലോ. വ്യക്തികളുടെ സ്വഭാവദൂഷ്യങ്ങളെ നോക്കി കരുണയോടെ കാണുവാൻ, അവരുടെ കുറവുകളെ കാരുണ്യത്തോടെ എന്നാലാവുന്ന വിധം പരിഹരിക്കുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ, കുറവുകളുള്ളവരെ അവരുടെ കുറവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി അവരോട് പെരുമാറാതെ കുറവുകളില്ലാത്തവരോട് എന്നതുപോലെ അവരോട് പെരുമാറുന്നവരാകുവാൻ, കാരുണ്യമെന്ന വലിയ കൃപയിൽ വളരുവാൻ, അങ്ങനെ പിതാവേ, അങ്ങ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, അങ്ങ് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേലും സൂര്യനെ ഉദിപ്പിക്കുന്നത് പോലെ, മഴ പെയ്യിക്കുന്നത് പോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സകലരുടെ മേലും അവരുടെ പ്രവൃത്തികൾ നോൽക്കാതെ അവരുടെ മേൽ സ്നേഹം ചൊരിയുന്നവരായി മാറിക്കൊണ്ട് വലിയ കരുണയുള്ളവരായി തീരുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.